ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു സംഭവം തന്നെയാണ്. വേറെ ആയിരുന്നില്ല, നമ്മളെ ബാലണ്ണൻ്റെ ഒരു വീഡിയോ ആണേ, നിങ്ങൾ കാണണേ. പുറത്ത് പോകുന്ന പുറത്ത് പോയി പറ്റും. ഇതാണ് സത്യം. ഞാൻ കൊടുത്തിട്ടെ പിടിച്ചു പോച്ചു. ആദ്യം തന്നെ അമൃത സുരേഷിനെ വിവാഹം കഴിച്ചു. അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എലിസബത്ത് ഉദയനെ കല്യാണം കഴിക്കുന്നത്. അത് കല്യാണമൊന്നുമല്ല, അതൊരു പ്രഹസനം മാത്രമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല കല്യാണം കഴിച്ച് അന്ന് എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്രാമയും നാടകമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സുഖമില്ലാത്തപ്പോഴെന്ന് പറഞ്ഞാൽ ചികിത്സിച്ച മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതിയാണ്. അതായത് എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു പെണ്ണിൻ്റെ ദാനമാണ് ഇയാളുടെ ജീവിതം എന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം അത് നോക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, എന്നിട്ട് അതിനെയാണെങ്കിൽ വലിയൊരു കേസിൽ കൊടുക്കാൻ നോക്കി. എന്താണെന്ന് വെച്ചാൽ തോക്കൊക്കെ കൊണ്ടുപോയൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എലിസബത്തിനെയും വലിച്ചുകൊണ്ടാണ് പോയത്. ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് നിൽക്കുകയും ചെയ്തു കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ ആയുഷ്കാലം മുഴുവൻ ഈ ബാല തൻ്റെ കൂടി ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതിനുശേഷം ഇയാളുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് വെളിയിൽ വന്നത് വേറെ ഒന്നുമല്ല. ഈ കോകില എന്ന് പറയുന്നത് ഇയാളുടെ മാമാ പെണ്ണാണ്. അതായത് സഹോദരിയുടെ മകള്, അങ്ങനെ എന്തോ ഒരു ഇതാണ്, ബന്ധമാണ്. അപ്പം അങ്ങനെ ബന്ധമാകുമ്പോൾ 250 കോടി രൂപ എവിടെയും പോകില്ല, ഒരു സ്വത്ത് എവിടെയും പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം ബാലക്കുണ്ട്. ബാലയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ബാല, ഇതൊന്നും മരിക്കുമ്പോൾ ഒരു മനുഷ്യന്മാരും കൂടെ കൊണ്ടുപോകത്തില്ല. അതായത് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് മകള്, ആ മകള് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ചോരയാണ്. ആ ചോരയെ മറന്നുകൊണ്ട് നിങ്ങൾ ഇമാതിരി പരിപാടി കളിക്കരുത്. കാരണം എന്താ വെച്ചാൽ കോടികളുടെ സ്വത്തും വെച്ച് എന്തിനാ ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുന്നത്? എല്ലാവർക്കും ഞാൻ ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ തന്നെ എൻ്റെ ഫാമിലി നല്ലതായിരിക്കണം, ബാക്കി എല്ലാവരും ഒന്നാ മോശമാകണമെന്ന്. എൻ്റെ ഫാമിലി മാത്രം നന്നാകണം, ബാക്കി എല്ലാവരും മോശമാകണം. ഇത് ബാലയുടെ ഒരു കളി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയ്ക്കും കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ വേറെ ആളുടെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ബാലയും മറ്റുള്ളവരും ചേർന്നൊരുക്കിയ നാടകമല്ലേ ഈ കല്യാണങ്ങളും ഈ പിരിയലൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായി പറഞ്ഞ ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കിയതാണോ, ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്. അതായത് നിങ്ങൾക്കറിയാലോ, ഇപ്പം അമൃതയായിട്ട് പോട്ടെ, അമൃതയുടെ വഴിക്ക് പോട്ടെ, പക്ഷെ ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് എന്ന് പറയുന്നത് ബാലയുടെ ജോലിയല്ലേ, ബാലയല്ലേ അത് അപ്പാന്ന് വിളിക്കുന്നത്. അത് വേറൊരു വാളെ അപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അത് ബാലയെ തന്നെയാണ് അപ്പാന്ന് വിളിക്കുക. അത് മാത്രവുമല്ല, ഇനി ബാല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അതുപോലെ ബാല ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു 10-50 വർഷം കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പെന്ന് പറയുന്നത് ബാല തന്നെയല്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളുമല്ല ആ കുട്ടിയുടെ. എന്നിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ സ്വത്തും കോകിലേക്ക് മാത്രമേ കൊടുത്തു, അതുപോലെ എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഞാൻ മൂക്കുത്തി മേടിച്ചു കൊടുത്തു, അവന് ഞാൻ ഇത് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ബാലയെ കുറച്ചൊക്കെ ഉളുപ്പ് വേണം, അതുപോലെ മനുഷ്യത്വം വേണം. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ബാല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരുത്തനാണ്. അതായത് അയാൾ ചെയ്യുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന അഭിനയം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ അയാൾ വലിയ ചാരിറ്റിക്കാരനാണ് എന്ന് പറയുമ്പോഴും മറു സൈഡിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ക്രൂര മുഖമുണ്ട് എന്ന് ഞാൻ പറയുള്ളൂ. അതായത് സ്വന്തം മകളെ സ്നേഹിക്കാത്ത ഒരു തന്തയല്ലാന്ന് ഞാൻ പറയുള്ളൂ. എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഓരോ ദിവസം ഇപ്പോഴും ഒരു ഭീഷണിയാണ്. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്ത് കളിയും, എന്നെ ഇനി ദ്രോഹിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ ഒരു ഭീഷണി? അതിൻ്റെ ആവശ്യം എന്താണ്? ആ ഭീഷണിയുടെ ആവശ്യം എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇയാളെ ആരാണ് ദ്രോഹിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇയാൾക്ക് തുറന്നു പറഞ്ഞൂടെ? ഇതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇയാളെ ആരാണ് ദ്രോഹിക്കുന്നത്? ഇയാളുടെ കൂടെയുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പം ഇയാളെ ദ്രോഹിക്കുന്നത് ഇനി എലിസബത്താണ്, ഇല്ലെങ്കിൽ പഴയ ഭാര്യയായ അമൃതയാണെന്ന് വെക്കുക. അതെന്തിനാണ് ദ്രോഹിക്കുന്നത്, എങ്ങനെയാണ് ദ്രോഹിക്കുന്നത് ഇയാൾക്ക് കൃത്യമായിട്ട് തെളിവടക്കമെന്ന് പറഞ്ഞൂടെ? അല്ലാതെ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല, എനിക്ക് പേര് പറയാൻ കഴിയില്ല. മീഡിയൻ്റെ മുന്നിൽ ഒരിത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഇത് എന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ എന്താ പറയേണ്ടത്
ഒരു തേങ്ങാക്കൊലിയല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വന്തം മകൾക്ക് എന്നാ 250 കോടിന്ന് ഒരു 10 കോടി എടുത്തിട്ട് ആ പെൺകുട്ടി കൊടുത്തൂടെ, കൊണ്ടുപോ മോളെ, നീ എന്തെങ്കിലും ചെയ്യുക അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തൂടെ. ഇത് കൊടുക്കാതെ എന്തിനാണ് ഇയാൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്? അതായത് കോകിലക്ക് മാത്രം എന്താണ് കൊടുത്തത്? കോകില ബന്ധുവാണ്, കോകില സ്വന്തമാണ്. അപ്പോൾ സ്വന്തം ചോരയിലുണ്ടായ മകളല്ലേടോ വാലെ? അതാണ് ഞാൻ ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളതാണ്. അതായത് അത് മകളല്ലേ? അമൃത അതിൻ്റെ അമ്മയാണെങ്കിൽ അതിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ബാലയാണ്. നിങ്ങൾ തമ്മിൽ 108 പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ 108 250 പ്രശ്നം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആ ഒരു കാലങ്ങളിൽ ചിലപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അവരോട് ആ കുട്ടിയോട് പലതും പറഞ്ഞിട്ടുണ്ടാവും, എന്താ മോളെ നീ പോകരുത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു ദിവസം ഈ പെൺകുട്ടി ബാലയെ തേടി വരും, അത് ഉറപ്പാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഈ എന്താ പറയുക അമൃതയുടെയും അതുപോലെ ബാലയുടെയും മകള് തന്നെയാണ് ആ കുട്ടി, അല്ലാതെ അതിന് വേറൊരു അഡ്രസ്സ് ഇല്ല. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നാടകവും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്? എല്ലാം കോകിലക്ക് കൊടുത്തു, കോകില മാത്രമേ എനിക്കുള്ളൂ, എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടാ ഈ നാടകം കളിക്കുന്നത്? ആരോടാ കളിക്കുന്നത്? സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുകയല്ലേ? അതായത് സ്വന്തം മകൾക്ക് കൊടുക്കാതെ കുറച്ചൊക്കെ ഉളുപ്പുണ്ടോ? കുറച്ചൊക്കെ കൊടുത്തൂടെ? 250 കോടി എന്ന് പറഞ്ഞാൽ ഇത് വെച്ചും നമ്മൾ തലയിൽ വെച്ചിട്ട് മരിക്കുമ്പോൾ കൊണ്ടുപോവാ? ഇല്ലല്ലോ. സ്വന്തം മകളല്ലേ, സ്വന്തം മകള്, സ്വന്തമായിട്ട് അച്ഛ എന്ന് ആദ്യം വിളിച്ചതല്ലേ, ആ മകൾക്ക് കുറച്ച് കൊടുക്കണം എന്നുള്ള ഒരു ബോധം വേണ്ടേ? ഈ പൈസേന്റെ മുകളിൽ പലതും ഉണ്ട്. ബാലക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഇയാളുടെ ഈ പൊങ്ങച്ച മാത്രമായിരുന്നു ഞാൻ അത് കൊടുത്ത് എന്ത് തേങ്ങാക്കല് കൊടുത്തിട്ട് വന്നാൽ വേണ്ട? സ്വന്തം മകൾക്ക് കൊടുക്കാതെ വല്ലവർക്കും പല കാര്യങ്ങളും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? സ്വന്തം കുടുംബത്തിൽ മോശമായ ഒരുത്തൻ പുറത്ത് മുഴുവൻ പോയിട്ട് എല്ലാം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്വന്തത്തിനാണ്, സ്വന്തം ചോരക്കാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ ആർക്ക് ചെയ്തിട്ടും കാര്യമുള്ളൂ. ഇനി എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ശരി തന്നെയാണ്. നിങ്ങളെ ചിലപ്പോൾ അച്ഛ എനിക്ക് നിങ്ങളെ കാണണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകറ്റിയിട്ടുണ്ടാകും. അതൊക്കെ ആ കുട്ടിയുടെ ചെറുപ്രായത്തിലാണ്, അതിന്ന് വളർന്നു വരികയാണ്. അതിന് ചിലപ്പോൾ അതിൻ്റെ അച്ഛനെ കാണണം എന്നില്ല ആഗ്രഹം ഉണ്ടാകും. ഇനിയിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അതിന് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തേടി വരുന്നത് തൻ്റെ അച്ഛനെ ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് അതിനെന്തെങ്കിലും ഒരു പൈസ നീക്കി വെച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത്? മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാനൊരു പാപ്പരാണ്, ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇനി ആരെങ്കിലും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാനൊരു റൂം വാടകയ്ക്ക് എടുത്തു തരാം, അല്ലാതെ ഞാനെന്നാ പിന്നെ പറയേണ്ടത്? അതായത് ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ എന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് പേന എന്നാണ് ഇയാൾ പറയുന്നത്. ഇനി ഇറക്കി വിടുന്നുണ്ടെങ്കിൽ പറ, ഞാൻ എവിടെയെങ്കിലും ഒരു വാടക വീട് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. എന്തൊരു പ്രഹസനമാണ് വാലേ? എന്തിനാണ് ഇങ്ങനെ പ്രഹസനം? അതായത് എന്തിനാണ് ഇങ്ങനെ പറയിക്കുന്നത്? എന്തിനാണ് ചിരിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഒരു സീരിയസ് ഇല്ലാത്ത ഒരു കോമഡിക്കാരൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്രയൊക്കെ പൈസയുള്ളവൻ ആ കുഞ്ഞിന് കൊടുക്കാതെ തെച്ചും തൻ്റെ മറ്റേവർക്കും ഭാര്യയ്ക്കും ഇവർക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അതെന്താ അറിയാ? പൈസ വേറെ ഇടി പോകാൻ പാടില്ല. ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതുകൊണ്ടല്ലേ എലിസബത്തിനെ മെല്ലെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയത്. എലിസബത്ത് എത്ര കഷ്ടപ്പെട്ടതാണ്. ഇയാൾ അസുഖം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇയാളുടെ ഐസിയുവിൻ്റെ മുന്നിൽ നിന്നതല്ലേ? അത് നിങ്ങളൊന്ന് പറ. ഇയാൾ ഐസിയുവിൻ്റെ മുന്നിൽ നിന്ന് ആ ഒരു ബഹുമാനം കാണിക്കണ്ടേ? ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് പിണങ്ങിപ്പോയ ഭാര്യ വരെ തിരിച്ചു വന്നില്ലേ? അതായത് അതിൽ ഗോപി സുന്ദറിനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം എന്താ അറിയാ, അയാൾ കല്യാണം കഴിച്ചിട്ടും പിന്നെ ആ കുട്ടീനെയും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ കൊണ്ട് വന്നിട്ടില്ലേ? ഇയാൾ അവസാനത്തെ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിച്ചത്. ആ ഒരു നന്ദിയോ എന്തെങ്കിലും വേണ്ട. ഇനി എന്തോ ആയിക്കോട്ടെ, ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതായത് തൻ്റെ ചോര തൻ്റെ മകളാണ് എന്നുള്ളൊരു ബോധം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എല്ലാ സ്വത്തുക്കളും ഞാൻ കോകിലേക്ക് കൊടുക്കുന്നു, എല്ലാ സ്വത്തുക്കളും ഞാൻ മറ്റേ ബന്ധുക്കൾക്ക് കൊടുക്കുന്നു. 250 കോടി രൂപ. ഇത് കുറേ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. 250 ഈ 250 പോകാനിടെ ഒരു മണിക്കൂർ വേണ. അത് മാത്രം നമ്മൾ കണ്ടതല്ലേ. 250 കോടി രൂപ ഉണ്ടായിട്ട് എന്തോ ഒലയ്ക്ക് അന്ന് നടന്നത് നമ്മൾ കണ്ടതല്ലേ. അന്ന് ജീവൻ പോകാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊക്കെ കുറച്ചെങ്കിലും ഓർമ്മിക്കുക. ദൈവത്തെ ഉണ്ടല്ലോ, ദൈവത്തെ വെല്ലുവിളിക്കരുത്, അത്രേ എനിക്ക് വേണ്ടു. ഇതിപ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഞാൻ വെറും പാപ്പരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇത് ഹൈപ്പി. കഷ്ടം തന്നെയായിരുന്നു. ഇതുപോലെയുള്ള കുറേ എണ്ണം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വിരകുന്നൊക്കെ പറയില്ല, അതേപോലെയാണ് നടന്നത്.